ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചാലക്കൽ, ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, അതായത് ഫ്രഷർ നേഴ്സുമാരുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്പീരിയൻസ് ഇല്ലാതെ UAE MOH DHA എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ 2 വർഷങ്ങളിലധികമായിട്ട് നമുക്കുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇതുപോലെ നേഴ്സുമാർ എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതുകയും അതുപോലെ പ്ലേസ്മെൻറ്റ് നമ്മൾ അതായത് ബ്ലസ് അക്കാഡമി ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒരു വിവരം നിങ്ങൾക്ക് പാസ് ചെയ്യുകയാണ്. കാരണം നമുക്ക് SHA, അതായത് ഷാർജ ഹെൽത്ത് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുതിയതായിട്ട് MOH DHA അതുപോലെ തന്നെ പുതിയതായിട്ട് ഷാർജയിലേക്ക് മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ നിലവിൽ പ്രവർത്തനമൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കുറച്ച് നാളുകളായി, 2-3-4 മാസമായിട്ട്. ഇപ്പോൾ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് MOH DHA എഴുതിയ ക്യാൻഡിഡേറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എലിജിബിലിറ്റി ഉള്ളവർ ഡയറക്റ്റ് ഷാർജയിൽ നിന്നൊരു ഓഫർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് ഷാർജയിലേക്ക് ഉള്ള എലിജിബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ പോയി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും ഷാർജ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. അതിന് ആദ്യം എന്താണെന്ന് വെച്ചാൽ, ചില വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ അരയും മുറിയൊക്കെ പറയുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് സെയിം സ്റ്റേറ്റൊക്കെ വേണം എന്ന് പറഞ്ഞ് കുറേ മിസ്ഗൈഡൻസ് ഇതുപോലുള്ള വ്ളോഗേഴ്സൊക്കെ കൊടുക്കുന്നത്. അതൊന്നും പൊട്ട തെറ്റാണ്. നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യം ഇപ്പോഴും നമുക്ക് DHAയിലോ MOHയിലോ ഹാദിലോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു ഏജൻസിയോട്, അതായത് അക്കാഡമിയോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ ഒന്നും തൊടാതെ കുറച്ച് വ്യൂവേഴ്സിന് വേണ്ടി മാത്രം അതും ഇതുമൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസിയെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ കൂടെ തെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലാകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നല്ല ലീഡിങ് ആയിട്ടുള്ള ഏജൻസികളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നല്ല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യണം. ബ്ലസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല. അതായത് നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, മിസ്ഗൈഡൻസ് കൊടുക്കാതിരിക്കുക. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. എന്താണ് നിങ്ങൾക്ക് ഏതാണ് ഒരു ഫ്രഷേഴ്സ് നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ചില അക്കാഡമികൾ അന്വേഷിച്ചാൽ അവർ പറയും എക്സ്പീരിയൻസ് കാണും, ചിലടത്ത് പറയും വേണ്ട, ചിലടത്ത് പറയും എക്സാം എഴുതാൻ പറ്റുകയില്ല, ഗുഡ് സ്റ്റാൻഡിങ് കിട്ടത്തില്ല, ഗുഡ് സ്റ്റാൻഡിങ് വേണ്ട, പല കാര്യങ്ങളാണ് പല അക്കാഡമികൾ. അപ്പോൾ എന്തുകൊണ്ടും ബ്ലിസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷാർജയിൽ 10-20 വർഷമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇതുപോലെ 10,000 കണക്കിന് നഴ്സുമാർക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തതിൻ്റെ അനുഭവത്തിൽ നമ്മൾ അവിടെ എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതിയാൽ മാത്രം പോരാ, പാസ്സായാൽ മാത്രം പോരാ. ചില കാൻഡിഡേറ്റ് നഴ്സുമാർ എന്താ വിചാരിക്കുന്നത്, അവർക്ക് എക്സാം എഴുതണം, പാസ്സാകണം, ഇത് മാത്രമാണ്. എന്തിനാണ് നമുക്ക് ആത്യന്തികമായിട്ട് ജോലിയാണ് ആവശ്യമുള്ളത്, അല്ലേ? അപ്പോൾ ജോലി കിട്ടുന്ന എക്സാമാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ദുബൈയിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും മറ്റ് എമിറേറ്റ്സുകൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരോ എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ ആയിക്കോട്ടെ, നമ്മൾ എക്സാം എഴുതി പാസ്സായാൽ മാത്രം പോരാ, നമുക്ക് അവിടെ ചെന്നാൽ ജോബ് കിട്ടണം. അതിനുള്ള സാധ്യതകൾ കൂടുതൽ ഏതാണ്, എക്സ്പെൻസ് കുറഞ്ഞ എമിറേറ്റ് ഏതാണ്, അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സാം എഴുതാവുള്ളൂ. അല്ലാതെ എക്സാം പാസ്സാകണം, അല്ലെങ്കിൽ എളുപ്പമായിട്ടൊരു എക്സാം പാസ്സാകണം, ഈസി ആയിട്ട് എക്സാം പാസ്സാകണം എന്ന് പറഞ്ഞൊരു എക്സാം എഴുതി പാസ്സായിട്ട് നിങ്ങൾക്ക് പോയി അവിടെ ചെന്നാൽ 4-5 മാസം ഇതുപോലെ കറങ്ങി നടക്കാമെന്നല്ലാതെ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ MOH എക്സാമാണ് നമ്മൾ മാക്സിമം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ജോബ് കിട്ടാനും എക്സ്പെൻസ് കുറഞ്ഞുള്ള അക്കോമഡേഷൻ താമസിക്കാനും പിന്നെ 5 എമിറേറ്റ്സിന് വർക്ക് ചെയ്യാം. പിന്നെ SHA ഇപ്പോൾ ഷാർജയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എലിജിബിലിറ്റി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ബ്ലിസ് അല്ല ബ്ലസ് അക്കാഡമി സജസ്റ്റ് ചെയ്യുന്നതിൽ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടും MOH എക്സാം എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഇട്ടുണ്ട്. PCC വെരിഫിക്കേഷൻ വേണം, ഗുഡ് സ്റ്റാൻഡിങ് വേണം, BLS, ഇതൊക്കെ ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും അക്കാഡമി പോയി അവിടെ നല്ല പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെ എക്സാം പാസ്സാകുന്നുണ്ട്, ഇന്ന തരത്തിലുള്ള എക്സാം പാസ്സാകുന്നുണ്ടെന്ന് വെച്ച് ആൾക്കാർ പോയി ആ എക്സാം എഴുതി പാസ്സാകുക. പിന്നെ ദുബായിലോ അല്ലെ ഷാർജയിലോ വന്നിട്ട് ആഴ്ചകളും മാസങ്ങളുമായിട്ട് ജോബ് കിട്ടാതെ കറങ്ങി നടക്കുക. ഞങ്ങളെ വിളിക്കും. അവിടെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ബ്ലിസ്സിൽ ഷാർജയിലുള്ള എൻ്റെ കൂടെ തന്നെ വരും. ഇതുപോലെ 4 മാസമായി 3 മാസമായി സാറേ നാട്ടിൽ നിന്ന് വന്നിട്ട് ജോബൊന്നും ആയിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ്, ഞങ്ങളൊരു ഹെൽപ്പും ചെയ്തില്ല. കാരണം നമുക്ക് ബ്ലിസ്സിൽ പഠിക്കുന്ന കാൻഡിഡേറ്റ് മാത്രമേ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുള്ളൂ.
ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ ഒരു എക്സാം എഴുതാൻ മുമ്പ് നിങ്ങൾ ഇതുപോലെ അക്കാഡമിയെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എക്സാം പാസ്സാകുക മാത്രമല്ല, നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു ഹെൽപ്പ്, അതല്ല അതിൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾ ഏത് ഭാഗത്തുനിന്ന്, ഏത് അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് കിട്ടും. അങ്ങനെയുള്ള അക്കാഡമിയിൽ പഠിക്കുക. അപ്പോൾ A to Z കാര്യങ്ങളാണ് ബ്ലസ് അക്കാഡമി ചെയ്യുന്നത്. കാരണം നിങ്ങൾ എക്സാമിന് വന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ഡാറ്റ ഫ്ലോ, എക്സാം, ക്ലാസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിങ്, അറ്റസ്റ്റേഷൻ, BLS, പിന്നെ വിസ, ടിക്കറ്റ്, ഇതുപോലെ എല്ലാ കാര്യങ്ങളും, അക്കോമഡേഷൻ, ഇൻ്റർവ്യൂ അറേഞ്ച്മെൻറ്റ് എല്ലാം നമ്മൾ ബ്ലിസ് അക്കാഡമി അല്ലെങ്കിൽ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൊണ്ടുപോയിരിക്കുന്ന 100% ആൾക്കാർക്കും നമ്മൾ ബ്ലസ് അക്കാഡമി ജോബ് അസിസ്റ്റൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷാർജയിലും അതെ എമിറേറ്റ്സിലെ ഏത് എമിറേറ്റ്സിലും നമ്മുടെ ബ്ലിസ്സിലെ അല്ല ബ്ലിസ്സിലെ കാൻഡിഡേറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏത് അക്കാഡമിയിൽ അല്ലെ അവർക്ക് എന്ത് നിങ്ങൾക്ക് സഹായിച്ചു, ഒരു ജോബാണെങ്കിൽ ആത്യന്തികമായിട്ട് ജോബാണെങ്കിൽ ആ ജോബിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് അക്കാഡമി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ അതിൻ്റെ വിശ്വാസ്യത ഫേക്ക് ആണോ, അതല്ല എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ടുണ്ടോ, അതല്ലാതെ നല്ല കാര്യങ്ങളുണ്ടോ എന്നുള്ള അന്വേഷിക്കുക. ഒരു അക്കാഡമിയെ കുറിച്ച് അല്ലെന്നുള്ള ഒരു അസിസ്റ്റൻസ് കിട്ടേണ്ട ഒരു മീഡിയേറ്ററെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അന്വേഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു എക്സാം പാസ്സാകുക എന്ന തലത്തിലേക്ക് ഒതുങ്ങാൻ പാടില്ല. കാരണം വെച്ചാൽ നമുക്ക് എക്സാം അല്ല പ്രാധാന്യം, ജോബാണ് പ്രാധാന്യം. അപ്പം ജോബിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ആവശ്യമുള്ളത്, എത്ര താമസം എടുക്കും, എത്ര സാലറിയാണ് കിട്ടുന്നത്, എവിടെയൊക്കെയാണ് ജോബ് കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ടൊരു ധാരണ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നിട്ട് മാത്രമേ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പോയി ജോയിൻ ചെയ്യാവുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഈ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അഡ്മിഷൻ എടുക്കുന്നപ്പം നിരവധി ആൾക്കാർ ഇപ്പം ജോയിൻ ചെയ്യുന്നവർ, കാരണം എക്സാം റിസൾട്ട് വന്ന് 1-2 മാസമായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ബ്ലസ് അക്കാഡമി അപ്രോച്ച് ചെയ്യാൻ ഏത് സമയത്തും നമ്മൾ നിങ്ങളുടെ അസിസ്റ്റൻസ് വേണ്ടി തയ്യാറായിരിക്കും. താങ്ക് യു വെരി മച്ച്.